ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് 22-ാം തീയതി നമുക്ക് വണക്കമാസം വായിക്കാം. മിശിഹായുടെ സ്വർഗാരോഹണത്തിൻ്റെ ശേഷം ദൈവമാതാവിൻ്റെ നടപടി. ഒന്നാമത്, മാതാവ് സ്വർഗത്തെ മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. രണ്ടാമത്, അത് മാത്രം അന്വേഷിച്ചു കൊണ്ടിരുന്നു. മൂന്നാമത്, അതിനെപ്പറ്റി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു. ആദ്യം, സർവ്വലോക നിയന്താവായ ഈശോ തൻ്റെ ദിവ്യമാതാവിനോടും പ്രിയ ശിഷ്യരോടും യാത്ര പറഞ്ഞ് അവരെ ആശീർവദിച്ചുകൊണ്ട് തൻ്റെ അനന്തവല്ലഭത്വത്താൽ നിസ്തുലമായ പ്രതാപത്തോടുകൂടെ സ്വർഗത്തിൽ എഴുന്നള്ളിപ്പോകുന്നു. അപ്പോൾ ദൈവമാതാവിനുണ്ടായ സന്തോഷ അതിശയവും തൻ്റെ മകനോടുകൂടെ പോകണമെന്നുള്ള ആഗ്രഹാധിക്യവും ഇത്രയെന്ന് പറയുവാൻ ആർക്കും സാധിക്കുന്നതല്ല. ആ നാൾ തുടങ്ങി മരണപര്യന്തം സ്വർഗത്തിലെപ്പോൾ ചെന്നു ചേരും എന്നും ദിവ്യകുമാരനെ വീണ്ടും എപ്പോൾ കാണും എന്നും മാതാവ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നാമും നമ്മുടെ ദിവ്യമാതാവിനെ പോലെ ഈ ലോകത്തെ പരദേശമായി കരുതണം. ലൗകിക ഭാഗ്യങ്ങളെല്ലാം വെറുക്കണം. നമ്മുടെ സാക്ഷാൽ രാജ്യവും ഭവനവുമായിരിക്കുന്ന സ്വർഗമായിരിക്കണം നമ്മുടെ ഏക ചിന്താവിഷയം. രണ്ടാമത്, ദൈവമാതാവ് സ്വന്തം പുത്രൻ്റെ സ്വർഗാരോഹണം കണ്ടതിൻ്റെ ശേഷം സ്വർഗത്തെ മാത്രമേ അന്വേഷിച്ചിരുന്നുള്ളൂ. ഈ നാഥയുടെ വിചാരവും ആഗ്രഹവും അതേപ്പറ്റിയായിരുന്നു. പുണ്യത്തിൽ വർദ്ധിക്കണം, തൻ്റെ തിരുക്കുമാരനോടുകൂടെ ഒന്നിച്ചിരിക്കണം എന്നിടവിടാതെ ചിന്തിച്ചിരുന്നു. എന്നാൽ നാം നമ്മുടെ ദിവ്യമാതാവ് കാണിച്ചു തന്ന സന്മാതൃയ്ക്കൊത്ത പോലെ പ്രവർത്തിക്കാതെയും നമ്മുടെ സാക്ഷാൽ ഗൃഹമായ സ്വർഗത്തിൽ ദൃഷ്ടി പതിക്കാതെയും നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ അറയ്ക്കത്തക്ക പുഴുക്കളെപ്പോലെ നുരച്ച് നടന്നുകൊണ്ട് നശ്വരമായ ഐശ്വര്യത്തെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. എന്നേക്കുമുള്ള ഭാഗ്യത്തെപ്പറ്റി ഗൗനിക്കുന്നുമില്ല. ഇത് എത്രയോ ബുദ്ധിഹീനമായ പ്രവൃത്തിയാകുന്നു. മൂന്നാമത്, ദൈവജനനിയുടെ സംഭാഷണം സ്വർഗത്തെപ്പറ്റിയായിരുന്നു. സ്ലീഹന്മാരോടും മറ്റ് വിശ്വാസികളോടും കൂടെ വസിക്കയിൽ മറിയം ബുദ്ധിമുട്ടുകളിലും ഞെരുക്കങ്ങളിലും അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നത് ഈ സംഭാഷണം മൂലമായിട്ടാണ്. അവരുടെ പിതൃദേശവും വിശ്രമസ്ഥലവും സ്വർഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതസംബന്ധമായി തുടങ്ങിയിരുന്ന എല്ലാ കാര്യങ്ങളിലും അവരെ സ്ഥിരപ്പെടുത്തിയിരുന്നു. നാം മോക്ഷഭാഗ്യം പ്രാപിക്കുന്നതിനായിട്ടാണല്ലോ ജാതരായിരിക്കുന്നത്. അവിടെ ചെന്നു ചേരുന്നതിന് നമ്മെ സഹായിപ്പാൻ ഈശോ മിശിഹായും മാതാവും കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വപ്രയത്നം കൂടാതെ അവരുടെ സഹായം സഫലമാകില്ല എന്ന് ധരിച്ച് സ്വർഗപ്രാപ്തിക്ക് യഥാശക്തി നാം ശ്രമിക്കണം. ദൃഷ്ടാന്തം. വേദപാരംഗതനായ വിശുദ്ധ അൽബർത്തോസ് ചെറുപ്പം മുതലേ ദൈവമാതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു. ഇദ്ദേഹം 6-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് ശാസ്ത്രം പഠിപ്പാൻ തുടങ്ങി. മന്ദബുദ്ധിയായിരുന്നുകൊണ്ട് പഠനത്തിൽ സഹപാഠികളെ അപേക്ഷിച്ച് തീരെ പിന്നോക്കമായിരുന്നു. തന്മൂലം വളരെ മനക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുകയിൽ പൈശാചിക പരീക്ഷ മൂലം സന്യാസാശ്രമം വിട്ടുപോകാൻ തീർച്ചപ്പെടുത്തി. അപ്പോൾ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഇദ്ദേഹം താഴെ പറയും പ്രകാരം ഒരു സ്വപ്നം കണ്ടു. രാത്രിയിൽ എല്ലാവരും നിദ്ര ചെയ്യുകയിൽ അൽബർത്തോസ് ഒരു ഏണിയെടുത്ത് ആശ്രമത്തിൻ്റെ പുറമതിലിൽ ചാരി അതിൽ കയറിയ ഉടനെ ഒരു രാജ്ഞി വന്ന് അദ്ദേഹത്തെ തള്ളി താഴെയിട്ടു. വീണ്ടും കയറിയപ്പോൾ ആശ്രമം വിട്ടു പോകുന്നതിനുള്ള കാരണമെന്ത് എന്ന് ആ രാജ്ഞി ചോദിച്ചു. ശാസ്ത്രം പഠിക്കുന്നതിനുള്ള ബുദ്ധിശക്തി ഇല്ലാത്തതുകൊണ്ട് വൈദിക വൃത്തിക്ക് താൻ യോഗ്യനല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നീ എൻ്റെ സഹായത്താൽ ശാസ്ത്രത്തിൽ അതിനിപുണനായിത്തീരും. എങ്കിലും ഒരിക്കൽ ഈ ശാസ്ത്രജ്ഞാനമെല്ലാം നിന്നെ വിട്ടുമാറുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്ഞി അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. ഈ സ്വപ്നം കഴിഞ്ഞുണർന്നപ്പോൾ വലിയ മനസ്സമാധാനവും ആശ്വാസവും തോന്നി. മാത്രമല്ല, തർക്കം, വേദാന്തം മുതലായ ശാസ്ത്രങ്ങളിൽ അസാധാരണ പാണ്ഡിത്യം പ്രാപിക്കുകയും അനവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 3 വർഷം മുമ്പ് കൊളോണിയ നഗരിയിൽ ശാസ്ത്രജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയിൽ ചെറുപ്പത്തിലുണ്ടായ സ്വപ്നമനുസരിച്ച് കേവലം അജ്ഞനായിത്തീർന്നു. അപ്പോഴാണ് ബാല്യപ്രായത്തിലുണ്ടായ കാഴ്ചക്കാര്യം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയത്. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്കും മറ്റുള്ള ജനങ്ങൾക്കും ശരിയായ വേദജ്ഞാനം ലഭിക്കുന്നതിനായി ദൈവമാതാവിൻ്റെ അനുഗ്രഹം അപേക്ഷിക്കണം. ജപം. പരിശുദ്ധ കന്യകയെ, ഈ ലോകത്തിൽ അനുഭവിക്കേണ്ട ഞെരുക്കവും സങ്കടവും അല്പനേരത്തേക്കുള്ളതാകുന്നു.
എന്നാൽ അതുമൂലം നിത്യാനന്ദവും അനന്തമഹിമയുമാണല്ലോ സ്വർഗത്തിൽ ലഭിക്കുന്നത്. ആകയാൽ ദുഃഖാരിഷ്ടതകൾ നിറഞ്ഞ ഈ ജീവിതത്തിൻ്റെ അവസാനം ഞങ്ങൾ സദാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദിവ്യമാതാവെ, അങ്ങേ പക്കൽ വന്ന് സകല മോക്ഷവാസികളോടും കൂടെ അങ്ങയെ അഭിമുഖമായി ദർശിച്ച് വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് പരമാനന്ദം അനുഭവിക്കുന്നതിനായി കൊടുങ്കാറ്റടിക്കാത്തതും ഇരുൾ പ്രവേശിക്കാത്തതും മരണമില്ലാത്തതുമായ സ്വർഗത്തിൽ ചേരുന്നതുവരെയും ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധ ബർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ചൊല്ലുക. 3 സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലണം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലണം. രാജകന്യകയെ എന്ന ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. രാജകന്യകയെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സ്വസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സ്വസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് മുഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. ഇന്നത്തെ സുഹൃതജപം. ഞങ്ങളുടെ മാതാവേ, മരണസമയത്തിൽ ഞങ്ങളെ സഹായിച്ച് സ്വർഗത്തിൽ ചേർത്തരണമേ. ഇന്നത്തെ സൽക്രിയ. പുണ്യാഭിവൃദ്ധിക്ക് ഉതകുന്ന പുസ്തകം വായിക്കണം. വരം ചൊരിയണമേ മാതേ മറിയമേ, വരം ചൊരിയണമേ മാതേ മറിയമേ. നരകുലതിലകമേ, സുരകുല കിരീടമേ, നരകുലതിലകമേ, സുരകുല കിരീടമേ. മെയ് മാസറാണിയേ, മഹിള മർമണിയേ, മഹിമയിഴും നോരി മാസമതിൻ്റാജ്ഞിയേ, മഹിമയിഴും നോരി മാസമതിൻ്റാജ്ഞിയേ. സകല സൃഷ്ടികൾക്കും മകുടമായി ലസിക്കും, സകല സൃഷ്ടികൾക്കും മകുടമായി ലസിക്കും. അമലയാം കന്യകേ, അമരന്മാർക്കധിപേ, അമലയാം കന്യകേ, അമരന്മാർക്കധിപേ. കാരുണ്യനിധിയേ, പുണ്യസൽസരണിയേ, കാരുണ്യനിധിയേ, പുണ്യസൽസരണിയേ. ധരണിയിലുള്ളോർക്കു ശരണമരിയേ, ധരണിയിലുള്ളോർക്കു ശരണമരിയേ. വരം ചൊരിയണമേ മാതേ മറിയമേ, വരം ചൊരിയണമേ മാതേ മറിയമേ.